ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ പുറത്ത് പോവാണ്. ഇന്ന് സാറ്റർഡേ ആണ്. ഉച്ചവരെ ഞാൻ വീട്ടിൽ റൂമിലിരുന്നു, ക്ലീനിങ് ഒക്കെ ആയിട്ട്. ഇപ്പം ഞാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി അവിടെ പോയിട്ട് എൻ്റെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും ഇടാൻ പറ്റുന്ന ഡ്രസ്സല്ല. ഓൾസോ ഇവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ എനിക്ക് എപ്പോഴും ഇടാൻ പറ്റുന്ന ഡ്രസ്സില്ല. അത് കാരണം ഞാൻ 2-3 ടോപ്പ് ഷർട്ട്സ് അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, തിൻ ക്ലോത്തിലുള്ള. അപ്പോൾ ഇവിടെ ഒരു ടൈം സ്ക്വയർ അല്ലെങ്കിൽ ടൈം സ്ട്രീറ്റ് നാട്ടിലൊരു മോളുണ്ട്, അവിടെ പോകാമെന്നാണ് വിചാരിക്കണേ. അവിടെ പോയതിൻ്റെ ശേഷം അവിടെ ഒരു പാർക്കും ഉണ്ട്, അങ്ങോട്ടും പോകാമെന്ന് വിചാരിച്ചു. പാർക്കിൽ പോയാൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാം, നല്ല പാർക്കാണ്. പക്ഷേ ഇന്നിപ്പം കുറച്ച് മൂടലുണ്ട്, അപ്പോൾ എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇതാണ് ടീ മണി കാർഡ്. ഇത് നമ്മൾ റീചാർജ് ചെയ്യണം ബസ്സിലൊക്കെ പോകുമ്പം അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇത് ആവശ്യമാണ്. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബട്ട് ടൈം സ്ട്രീറ്റ് വരെ നമ്മൾ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ ടൈം സ്ട്രീറ്റിലോട്ട് നടന്നു പോകുമ്പോഴാണ് ഈ ഒരു ക്യൂട്ട് ചെക്കനെ കണ്ടത്. നമ്മൾ കൊറിയയിലാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഇവിടെ ഇങ്ങനെ വലിയ വലിയ കുറേ ഫ്ലെക്സുകൾ ഉണ്ടാവും. ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു മോളിൽ ഞാൻ കഴിഞ്ഞ തവണ ഫോണിൻ്റെ വില നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാംസങ് ഫോൺസിനൊക്കെ ഇവിടെ വില കുറവാണ്. ഇനി നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ ആദ്യം പോയത് 8 സെക്കൻഡ്സ്. ഇവിടെയുള്ള കടകളൊക്കെ ബ്രാൻഡഡ് ഷോപ്സ് ആണ്. പിന്നെ ഇപ്പോൾ വീണ ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് അത് ഞാൻ എടുത്തു വെച്ചായിരുന്നു. ഓക്കെ, ഐ എം എ ഗുഡ് ഗേൾ. മിറർ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. മിറർ എവിടെ കണ്ടാലും നമ്മൾ വീഡിയോ എടുക്കും. എനിവേ, നമ്മളിനി ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പോവാണ്. ഞാനൊരു വൈറ്റ് ടോപ്പും ഒരു ജീൻസ് 2-3 ജീൻസ് എടുത്താണ് പോകുന്നത്. ഈ ക്യൂട്ട് ചെക്കൻ്റെ അടുത്ത് നിന്ന് സംഭവം താക്കോല് വാങ്ങിച്ച് നമ്മൾ പോയി. ഈ 2 ഡ്രസ്സാണ് ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ വിലക്കുള്ള മോഡലൊന്നും ഇല്ലാത്ത കാരണം ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ നെക്സ്റ്റ് കടയിൽ പോകുന്ന വഴിക്ക് നമ്മുടെ സുന്ദരൻ ചെക്കനെ കണ്ടു. ഇനി ലവ്ലി റണ്ണർ ഫാൻസ് ഹിയർ ഗൈസ്. ഡിസ്കവറിൻ്റെ പുതിയ മോഡൽ നമ്മുടെ ഫ്യോനോസോക്കാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ വൈറ്റ് ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ അനുവദിക്കാറില്ല, പക്ഷേ ഇവിടെ അലൗ ചെയ്യും. അപ്പോൾ ഈ ഒരു വൈറ്റ് കവർ ഉണ്ടല്ലോ, ഈ ഒരു കവർ തലയിലിട്ടിട്ട് വേണം നമ്മൾ വൈറ്റ് ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് നമ്മുടെ ഫേസിലുള്ള മേക്കപ്പ് ഒന്നും നമ്മുടെ ഡ്രസ്സിലാവില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലും ഈ ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അങ്ങനെ ഞാൻ ഇവിടുന്ന് ടീഷർട്ടൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് ഇറങ്ങി. ഈ ഒരു കടേൻ്റെ പേര് 10 ടോപ്പ് 10 ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയത് സ്പാവോയിലോട്ടാണ്. സ്പാവോയിൽ പോകുന്ന വഴി ഇതാ കപ്പിൾ. ഗൈസ്, കപ്പിളിനെ കൊണ്ടൊരു രക്ഷയില്ല കൊറിയയിൽ. it's sweet, but we feel like, why am I here being single? The pain is real guys, the pain is real. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ 7 മണി ഉണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. എൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്ന കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ നടക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നടക്കുമ്പോൾ ഇത് സൈഡിലൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ കട ഉണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ഈ കടയിൽ കയറിയപ്പം ഇവിടെ നിന്ന് ഞാനൊരു കുറച്ച് ഫ്രൈ, അതായത് ഷ്രിമ്പിൻ്റെ ഫ്രൈ, നമ്മുടെ ചെമ്മീൻ ഫ്രൈ, പിന്നെ നമ്മുടെ പൊട്ടേറ്റോ, അതായത് സ്വീറ്റ് പൊട്ടേറ്റോ മധുരക്കിഴങ്ങിൻ്റെ ഫ്രൈ, പിന്നെ തൊപ്പോക്കി, ഈ ഒരു 3 സാധനം വാങ്ങിച്ചു. എല്ലാത്തിനും കൂടെ ഒരു 300 രൂപയായി. ഫ്രൈ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചതാണെങ്കിലും ഒന്നുകൂടെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾക്ക് തരിക. ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ചോപ്പ് സ്റ്റിക്ക് ഇങ്ങനെ ആക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, ബട്ട് എനിക്ക് തെറ്റിപ്പോയി ഗൈസ്. താഴത്തും മേലെയും ഓപ്പൺ ചെയ്യേണ്ട സ്ഥലം മാറിപ്പോയി. പിന്നെ ഇതൊക്കെ എനിക്ക് സാധാരണ പറ്റുന്ന അബദ്ധങ്ങളായ കാരണം ഞാൻ പിന്നെ അങ്ങോട്ട് കണ്ടില്ല എന്ന് വെച്ചു. എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ സജങ്ങിനെയും, അതായത് ഓണറിൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. പിന്നെന്താ, ഇവിടെ നല്ല മഴയായിരുന്നല്ലോ. മഴയത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ പക്കോട പഴംപൊരി കഴിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലെങ്കിലും നല്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ പോയത് ദൈസോലോട്ടാണ്. ദൈസോലോട്ട് പോയപ്പോൾ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു ഇവിടെ. ഇതെന്തിനാന്ന് വെച്ചാൽ മഴയായ കാരണം ഉള്ളിൽ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ, കുടയ്ക്കുള്ള കവർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഡൈസോ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഡൈസോയിൽ നമുക്ക് സാധനങ്ങൾ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ എന്ത് ഐറ്റം വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ പലപ്പോഴും ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ചെയറിൻ്റെ താഴെ ഇടുന്ന കവറാണ്. ഇറ്റ്സ് സോ ക്യൂട്ട്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ വെറൈറ്റീസും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനത്തെ പല ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. എനിക്ക് എൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ബാക്കിൽ ഫുൾ K-pop സോങ്സ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഡൈസോയിൽ വന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൈസോന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണത്. സോൾ ഉണ്ടല്ലോ, നൈറ്റിൽ അടിപൊളിയാണ് കാണാൻ. മഴയും കൂടെ പെയ്തപ്പം
ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയത് ഒലിവിയങ്ങളിലോട്ടാണ്. ഇവിടെ കയറിയപ്പം ഇവിടെ കൊട ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സെറ്റപ്പ് ആയിരുന്നു. എനിവേ ഒലിവിയൻ എന്ന് പറയുന്നത് കൊറിയയിൽ മേക്കപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ നല്ലത് കിട്ടുന്ന സ്ഥലമാണ്. നല്ല ഓഫേഴ്സും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കൊറിയയിൽ വരുമ്പോൾ ഇവിടെ പോയാൽ മതി. ഓക്കെ, ഇവിടുന്ന് ഞാനും എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ നേരെ പോയത് ഒരു ഇഡിയ കോഫി എന്നുള്ള ഷോപ്പിലോട്ടാണ്. പോകുന്ന വഴിക്ക് ഇതേ വീണ്ടും കപ്പിൾ. നിങ്ങൾ തന്നെ എണ്ണി നോക്കി എത്ര കപ്പിൾസ് ആണ് ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നതെന്ന്. എനിവേ ഇഡിയ കോഫിയിലോട്ട് പോകാൻ കാരണം ഒന്നുമല്ല, ഞാൻ കുറേ ഭക്ഷണം കഴിച്ചല്ലോ, അപ്പോൾ എന്തെങ്കിലും കുടിക്കണം തോന്നി. പിന്നെ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ആയ കാരണം, സെൽഫ് ഡേറ്റ് ആയ കാരണം എനിക്കും ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം തോന്നി. അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചത് സ്ട്രോബെറി സ്മൂത്തി കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ജ്യൂസ് കൈൻഡ് ഓഫ് ഒരു സാധനമാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷം സ്ട്രോബെറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാട്ടിൽ നിന്ന് സ്ട്രോബെറി കഴിച്ചപ്പോണ്ടല്ലോ അതിൻ്റെ ഒരു എസെൻസ് ഉണ്ടായിരുന്നില്ലേ, സ്ട്രോബെറി ഭയങ്കര പുളിയൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇവിടുത്തെ സ്ട്രോബെറി ഗൈസ്, ഓ മൈ ഗോഡ്, ദ ബെസ്റ്റ് ഫ്രൂട്ട് എവർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ സ്ട്രോബെറി. അങ്ങനെ ഞാൻ എൻ്റെ സെൽഫ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു കോടതിയിൽ വന്ന പ്രതീതിയായിരുന്നു. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പീപ്പിൾ ഗൈസ്. എനിവേ ഞാൻ വീട്ടിൽ പോവാണ്. ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ അടുത്തൊരു ചെക്കൻ വന്നിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഒരു സൈഡ് ഒളിഞ്ഞു നോക്കിയപ്പോൾ തോന്നി. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തു. പക്ഷേ ചെക്കൻ്റെ പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കവർ ചെയ്യാണ്. ഐ എം ദ സോറി ഗൈസ്. ഞാനിപ്പോൾ ബസ് ഇറങ്ങിയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം സംസാരിച്ചിട്ടേ ഇല്ല. ഭയങ്കര ബഹളമായിരുന്നു എല്ലാ സ്ഥലത്തും. പിന്നെന്താ പറയുക, കടയിലൊക്കെ ആണെങ്കിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം സംസാരിച്ചിട്ടില്ല. ബട്ട് ഐ റിയലി ഹോപ്പ് യു വിൽ എൻജോയ് ഇറ്റ്. അതിനെന്താ, ഇപ്പം ഞാൻ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ എൻ്റെ സീറ്റിലുണ്ടല്ലോ അപ്പുറത്തൊരു ചെക്കൻ എനിക്കുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ, ഐ ഡിഡ്ന്റ് സീ ഹിസ് ഫേസ് ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ഹി ലുക്സ് ഗുഡ്. ഹി ഈസ് ലിവിങ് ഹിയർ. ഞങ്ങൾ ഒരേ സ്ഥലത്താണ് ഇറങ്ങിയത്. ഞാൻ ഇന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ആവശ്യമില്ലാത്തൊന്നും വാങ്ങിച്ചിട്ടില്ല, എനിക്ക് ആവശ്യമുള്ള തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് രാവിലെ ഉണ്ടല്ലോ, എനിക്കിന്ന് ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ടോ ഞാനിങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി. ബട്ട് ദെൻ എവ്രി വൺ വാസ് ബിസി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഐ ഷുഡ് ഗോ. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. ഇറ്റ് വാസ് ഫൺ. ഒറ്റയ്ക്ക് നടക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉണ്ടല്ലോ ആ ഇറങ്ങി പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് യാ. സോ ഗായ്സ്, ഞാൻ റൂമിലെത്തി. ഞാൻ ഫ്രഷ് ആയിട്ടില്ല. ഫ്രഷ് ആവുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഇന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇത്തിരി ലൈറ്റ് കുറവാണ്, സോ പ്ലീസ് അഡ്ജസ്റ്റ്. ഞാൻ ആദ്യം വാങ്ങിച്ചത് ഈ ഒരു ടിഷ്യൂ ആണ്. ടിഷ്യൂ നമുക്കിവിടെ അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ലൈറ്റാണ്. പിന്നെ വാങ്ങിച്ചത് ഈ ക്ലിപ്പ്. എൻ്റെ കയ്യിൽ കുറേ വേറെ ഉണ്ട്, പക്ഷെ എനിക്ക് ഈ ചരട് വേണമായിരുന്നു. ലൈക്ക് ക്ലിപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ചരട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് തൂക്കിയിടാൻ പറ്റുള്ളൂ. ഇത് ഫോട്ടോ ഇങ്ങനെ തൂക്കിയിടാനുള്ള സംഭവമാണ്. അതാണ് ഞാൻ ഡൈസോന്ന് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതും അത്യാവശ്യമുള്ള ഡ്രസ്സാണ്. എൻ്റെ കയ്യിൽ ബ്ലൂ ജീൻസ് ഇല്ല. നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് നല്ല കിട്ടിയില്ല. അപ്പം ഞാൻ ഈ ഒരു ജീൻസ് വാങ്ങിച്ചു. ഇത് സ്പാവോ ഭയങ്കര നല്ല കമ്പനിയാണ്, ബ്രാൻഡാണ് ഇവിടുത്തെ. സോ സ്പാവോ എന്നാണ് ഞാൻ ഈ ജീൻസ് വാങ്ങിച്ചത്. ഐ ലൈക്ഡ് ഇറ്റ്, ഇറ്റ്സ് നൈസ്. സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ ജീൻസാണ്. പിന്നെ ഞാനൊരു വൈറ്റ് ടീഷർട്ട് വാങ്ങിച്ചു. വൈറ്റ് ടീഷർട്ട് എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ കുറേ ബ്ലാക്ക് സ്കേർട്ട് ഉണ്ട്, പിന്നെ ബ്ലാക്ക് പാൻറ്റ്, അങ്ങനെ ബ്ലാക്ക് മാത്രമല്ല കുറേ സ്കേർട്ട് പോലത്തെ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വൈറ്റ് ടീഷർട്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാൻ വിചാരിച്ചു. സോ ദിസ് ഇസ് വൈറ്റ് ടീഷർട്ട്. ഡ്രസ്സ് അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ, വേറെ ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഭയങ്കര പൈസയാണ് ഇവിടുത്തെ. ബ്രാൻഡഡ് വാങ്ങിക്കുമ്പോൾ ഭയങ്കര പൈസയാണല്ലോ. പിന്നെ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നല്ലേ, നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട്. ഞാൻ അത്യാവശ്യമുള്ള 2 ഡ്രസ്സ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിച്ചു. മേക്കപ്പ് പ്രോഡക്ട്സ് അല്ല ആക്ച്വലി, എൻ്റെ ഫേസ് വാഷ് കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താ കഴിഞ്ഞേ, മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടോ കുറേ പിമ്പിൾ ഉണ്ട്. ഇവിടെ ഒന്നുണ്ട്,
ഇവിടെ ഒന്നുണ്ട്. സോ സ്കിന്നൊക്കെ ഭയങ്കര കേടുവന്ന് തുടങ്ങി. അതാ ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് വാങ്ങിച്ചു. ഫേസ് വാഷ് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബോഡി ലോഷൻ. പിന്നെ വാങ്ങിച്ചത് മെയിനായിട്ട് ക്ലെൻസിങ് വാട്ടറാണ്. പ്യുവർ ക്ലെൻസിങ് വാട്ടർ, സെൻസിറ്റീവ്, മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എവറി ഡേ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന കാരണം. പിന്നെ ഈ ഒരു 3 ഫേസ് മാസ്ക്. പോകെ ലൈറ്റ് ഭയങ്കര കുറഞ്ഞു വരുന്നുണ്ടോന്ന് ഡൗട്ട്. എങ്ങനെയാണെങ്കിലും ഈ മാസ്ക് വാങ്ങിച്ചു. ഇതിന് ഓരോന്നിനും ചിലപ്പോൾ ഒരു 60 രൂപ, 50 രൂപ, 60 രൂപയാണ്. ഒലിവിയം എന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഒലിവിയം ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്റ്റ് ഒക്കെ, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ച സാധനം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഐ ഡോണ്ട് നോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല, ഭയങ്കര ബഹളമായ കാരണം. അപ്പോൾ അത് ഈ വീഡിയോ എത്രത്തോളം ഫണ്ണായിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഐ റിയലി ഹോപ്പ് you enjoyed this video, and please subscribe to my channel, and I really thank you for all your support. So see you in next video. Bye bye.